Okay, so finally നമ്മൾ Poco X2 അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരി 2020 ഇറങ്ങിയ ഫോണാണ്. ഇപ്പം ഏകദേശം 4-5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇറങ്ങിയ സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ഇല്ലായിരുന്നു. ബഡ്ജറ്റ് വന്നപ്പം Poco X2 ഇല്ലായിരുന്നു. ഇപ്പോഴാണ് രണ്ടും കൂടെ ഒന്ന് ഒത്തു കിട്ടിയത്. എന്നിട്ടും വളരെ ബുദ്ധിമുട്ടിയാണ്. 2-3 തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാണ് ഇത് കിട്ടിയത്, Poco X2. പിന്നെ ഈ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടിയുള്ള കാരണം ചൈനീസ് പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല. പ്ലസ് ഇത് ശരിക്കും പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പക്ഷേ ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പക്ഷേ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 5 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഭയങ്കര ഹോട്ട് ടോപ്പിക്കും ഭയങ്കര ഹോട്ട് ഫോണാണ് ഇപ്പം Poco X2. എല്ലാവരും ചോദിക്കുന്നത് Poco X2നെ കുറിച്ചാണ്. പിന്നെ എല്ലാവരും കമ്പാരിസൺ ചോദിക്കുന്നതും ഈ ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്, ഈ മിഡ് റേഞ്ച് ഫോൺസ് ഒക്കെ. ഈ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് 100K സബ്സ്ക്രൈബേഴ്സ് എത്താൻ പോവുകയാണ്. എത്തും, നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് എത്തും. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് Poco X2ൻ്റെ പാക്കേജിങ്. നല്ല ബ്ലാക്ക് പാക്കേജിംഗ് ആണ്, യെല്ലോ കളറിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ അൺബോക്സ് ചെയ്ത എല്ലാ പ്രോഡക്റ്റിൻ്റെയും പാക്കേജിങ് യെല്ലോ ആണ്. സോ ഇത്തവണ ബ്ലാക്ക് ആണ്, പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തുള്ള പാക്കേജിങ് യെല്ലോ ആണെന്ന് തോന്നുന്നു. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. സോ Poco X2 ആണ് എഴുതിയിരിക്കുന്നത്. റിയാലിറ്റി ഫ്ലോ 120 Hz. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നുമില്ല, റിയാലിറ്റി ഫ്ലോ 120 Hz എഴുതിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിലും അത് സെയിം ആണ്. ബാക്കിൽ നോക്കാം. ഓക്കെ, സോ ബാക്കിൽ മെയിൻലി 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഡ്യുവൽ ഇൻ ഡിസ്പ്ലേ ക്യാമറയുണ്ട്, റിയാലിറ്റി ഫ്ലോ 120 Hz ഹൈ റിഫ്രഷ് റേറ്റ്, ഫ്ലാഗ്ഷിപ്പ് 64 MP AI ക്വാഡ് ക്യാമറ എഴുതിയിട്ടുണ്ട്, 20+2 MP സെൽഫി ക്യാമറയുണ്ട്, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സറാണ്, 8nm ഹൈ പെർഫോമൻസ്. അതിനോടൊപ്പം തന്നെ 4500 mAh ആണ് ബാറ്ററി. ഇൻ ബോക്സ് 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇത്രയോളം തോന്നുന്നു. നമ്മൾ ഇതുവരെ ചെയ്ത മിക്ക എല്ലാ അൺബോക്സിങ്ങിലും ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ മേളിലൊക്കെ അല്ലേ, പാക്കേജിൻ്റെ മേളിൽ. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, സോ മഞ്ഞ നമ്മൾ വിട്ടിട്ട് എങ്ങും പോകാൻ പോകുന്നില്ല. ഇതും യെല്ലോ ആണ്. നമുക്കെടുക്കാം. ഇതാണ് ഫോൺ. ഞാൻ തൽക്കാലം ഫോൺ മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, നമ്മുടെ TPU കേസ് ഉണ്ടൊക്കെ. നമുക്ക് നോക്കാം, എൻ്റെ ക്വാളിറ്റി നോക്കാം. മാറ്റി വെക്കട്ടെ. ഇനി എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ ബ്രിക്ക് ചാർജർ. ഒരു യമണ്ടൻ ബ്രിക്ക് ചാർജർ തന്നെയുണ്ട്. ഇതിൻ്റെ 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ, പിന്നെ USB Type-C ചാർജിങ് കേബിളാണ്. ഞാൻ കാണിച്ചു തരാം. സോ USB Type-C ആണ് ചാർജിങ് കേബിൾ. ഓക്കെ, സോ മെയിൻലി ഈ 5 items ആണ് നിങ്ങൾക്ക് Poco X2ൻ്റെ പാക്കേജിങ്ങിൽ കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഓബ്വിയസ്ലി Poco X2 ഫോണുണ്ട്, TPU കേസ് ഉണ്ട്, Type-C ചാർജിങ് കേബിൾ ഉണ്ട്, ബ്ലോക്ക് ചാർജർ 27 വാട്ടിൻ്റെ സിം ഇജക്ടർ പിന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റേഷനും ഉണ്ട്. സോ ഞാൻ ബാക്കി എല്ലാ ഐറ്റംസൊക്കെ മാറ്റി വെക്കാൻ പോകണം. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കവറൊന്ന് മാറ്റിയിട്ട്, പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റിയിട്ട് അതിൽ TPU കേസിലേക്ക് ഇട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി Poco X2ൻ്റെ ലുക്ക്. ഫ്രണ്ട് ഡ്യുവൽ സെൽഫി ക്യാമറയുണ്ട്. ബാക്കിൽ നമ്മൾ ഇപ്പം ബാക്കി ഒരു ഫോണിൽ കാണാത്ത ഒരു പ്രത്യേക ഫീച്ചർ ഉണ്ട്. ഈ ഒരു ക്യാമറയുടെ ചുറ്റുമുള്ള ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, നമുക്ക് തോന്നും അത് തള്ളിയിരിക്കുകയാണെന്ന്. പക്ഷേ തള്ളിയിരിക്കുകയല്ല, അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. അത് പ്ലെയിൻ ആണ് ശരിക്കും പറഞ്ഞാൽ. സോ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്, പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 64 MP AI സൂപ്പർ ക്യാമറ ഡിസൈൻ ബൈ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. കാരണം ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഗ്ലാസ് ബാക്കും ഗ്ലാസ് ഫ്രണ്ടും ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കളർ ഫീനിക്സ് റെഡ് ആണ്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ നോക്കിയിരുന്നു, ഏകദേശം ഒരു 207, 208 ഗ്രാം ഉണ്ട്. അപ്പം 200ൻ്റെ മേളിലാണെങ്കിൽ ഒരു ഹെവി ഫോണാണ്. സോ ഹെവി ഫോണാണ്, പിന്നെ നല്ല സൈസുള്ള ഫോണാണ്. സോ എന്തായാലും ഇത് 1 ഹാൻഡ് ഫോൺ അല്ല, 2 ഹാൻഡ് ഫോൺ തന്നെയാണ്. സോ 6.67 ഇഞ്ചിൻ്റെ ഉണ്ട് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് നമ്മുടെ TPU കേസിലിട്ട് നോക്കാം. ഈ ഫോൺ TPU കേസിലിട്ട് നോക്കാം. സോ ഇതാണ് TPU കേസ്.
നമ്മൾ റിയൽമി 6 പ്രോയിൻ്റെ അൺബോക്സിങ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ TPUവിൻ്റെ, ആ ഒരു ക്വാളിറ്റി ഇതില്ല. നല്ല ക്വാളിറ്റിയാണ്, ഡീസൻ്റ് ആണ്, പ്രൊട്ടക്ഷൻ തരും. പക്ഷേ അതിൽ കുറച്ചുകൂടി നല്ലൊരു നല്ല ക്വാളിറ്റിയുള്ള TPU കേസ് ആയിരുന്നു റിയൽമി 6 പ്രോയിൽ. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, സോ നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആയിട്ടുണ്ട്, പ്രശ്നമൊന്നും കാണുന്നില്ല. നമുക്ക് ഇട്ട് നോക്കാം. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നല്ല കേസാണ്. കുറച്ചുകൂടെ കേസിൻ്റെ ഒരു ക്വാളിറ്റി കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്നെനിക്ക് തോന്നി. പക്ഷേ ഓക്കെയാണ്, ഡീസൻറ്റ് കേസാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോൺസിലും ഉണ്ട് ഈ ഒരു ക്യാമറ മോഡ്യൂൾ തള്ളിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. സോ ഇതിലും എക്സാക്ട്ലി സെയിം ആ ഫീച്ചർ ഇതിലും ഉണ്ട്, ക്യാമറ തള്ളിയിരിക്കുകയാണ്. സോ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾ ടേബിളിൽ ഇങ്ങനെ വെച്ച് ടൈപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ഇഷ്യൂ ഇല്ല, നിങ്ങളൊരു നല്ല TPU കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഫോൺ കവർ എടുത്ത് ഇടുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടും. ഓക്കെ, സോ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫോണുകളിൽ പൊതുവെ ഷവോമി മാത്രം തരുന്നൊരു സംഭവമാണ് ഇപ്പം ഈ ഒരു IR ബ്ലാസ്റ്റർ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് പിന്നെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് AC പിന്നെ TV പോലത്തെ ഇലക്ട്രോണിക് ഡിവൈസ് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വെച്ച് ആ ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ IR ബ്ലാസ്റ്റർ നിർബന്ധമാണ്. സോ ഇതിൽ IR ബ്ലാസ്റ്ററിൻ്റെ ആ ഫീച്ചറുണ്ട്, ആ ഒരു ഇക്വിപ്മെൻ്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ സിം കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്, നമ്മളിത് എടുത്ത് നോക്കുന്നതായിരിക്കും. ഓക്കെ, ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ 2 സംഭവങ്ങളുണ്ട്. ഒന്നാണ് വോളിയം റോക്കർ അപ്പ് ആൻഡ് ഡൗൺ, പ്ലസ് സെക്കൻഡാണ് പവർ ബട്ടൺ പ്ലസ് നമ്മൾ റിയൽമി 6 പ്രോയിൽ കണ്ട അതേ സംഭവമാണ് പവർ ബട്ടൺ. അതിൻ്റെ കൂടെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമുണ്ട്, നമ്മൾ അതും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ അടിഭാഗം നോക്കിയാൽ 4 കാര്യങ്ങളുണ്ട്. 3.5mm ജാക്ക് ഉണ്ട്, Type C ചാർജിങ് പോർട്ട് ഉണ്ട്, മൈക്ക് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ബോട്ടം ഫയറിംഗ് സിംഗിൾ സ്പീക്കേഴ്സ് ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 സിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്മും അതിനോടൊപ്പം തന്നെ ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതായിരുന്നു പോക്കോ X2ൻ്റെ ഒരു ജനറൽ ഫസ്റ്റ് ലുക്ക്. നമുക്കിനി ഡീറ്റെയിലേക്ക് പോകാം, സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. സോ ഞാൻ ഈ ഒരു ഡിവൈസ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. അതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ പോക്കോ X2 സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. സെറ്റപ്പ് ചെയ്തപ്പം സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചിരുന്നത് ഏതോ 600 MBൻ്റെ ഒരു 10-15 ആപ്പുണ്ട്. ടോട്ടൽ 650 MB ഉള്ള 10-15 ആപ്പുണ്ട്. അതെല്ലാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ സ്കിപ്പ് എന്ന് അടിച്ചു. എന്നിട്ടും ഇവിടെ പ്രീ ഇൻസ്റ്റാൾഡായി ബ്ലോട്ട്വെയർസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ എടുത്ത ആമസോൺ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ WPS, ഓപ്പറ, ഗാന ആപ്പ് ഉണ്ട്, ഡെയിലി ഹണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഗെയിംസൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ഗെയിംസ് ഉണ്ട്. നമുക്കിതൊക്കെ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം, കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. പറയാതിരിക്കാൻ വയ്യ, LCD ഡിസ്പ്ലേ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് LCD ഡിസ്പ്ലേ പോക്കോ X2-നാണുള്ളത്. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. ഒബ്വിയസ്ലി ആമോലെഡിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ്, സൂപ്പർ ആമോലെഡിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റും ബ്ലാക്സും കിട്ടില്ല LCDയിൽ. പക്ഷേ എന്നാലും ഞാൻ നമ്മൾ റിയൽമി 6 പ്രോ നോക്കിയിരുന്നല്ലോ, അതിനേക്കാളും നല്ലൊരു LCD ഡിസ്പ്ലേ ഉണ്ട് പോക്കോ X2-ന്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ നിറ്റ്സും മാക്സ് ബ്രൈറ്റ്നെസ് നിറ്റ്സ് ഉണ്ടല്ലോ, അതും കൂടുതലാണ്. ഇതിൽ ഓൾമോസ്റ്റ് 500 നിറ്റ്സ് ഉണ്ട്. അത് കാണാനും ഉണ്ട് കേട്ടോ. ഫുൾ ബ്രൈറ്റ്നസ് എടുത്താൽ ശരിക്കും കണ്ണ് ചിമ്മിക്കുന്ന ഒരു ബ്രൈറ്റ്നസ്സാണ് ഇതിലുള്ളത്. സോ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. സോ മെയിൻലി ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നിങ്ങൾക്ക് Android 10 കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് MIUI 11 കിട്ടുന്നുണ്ട്. ഞാൻ ഇതുവരെ ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഇനി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യണം. സോ Android 10 ഉണ്ട്, MIUI 11 ഉണ്ട്. പിന്നെ പോക്കോ ഫോൺസിൽ കണ്ടുവരുന്ന പോക്കോ ലോഞ്ചർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ പോക്കോ F1-ൽ പോക്കോ ലോഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലോഞ്ചറാണ് പോക്കോ ലോഞ്ചർ. നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണമെങ്കിൽ കസ്റ്റം ലോഞ്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലോഞ്ചറാണ്, കാരണം ആപ്പ് ഡ്രോവറൊക്കെ ഇടയ്ക്ക് കാണാതെ പോയിരുന്നു ആൻഡ്രോയിഡ് ഫോൺസിൽ. പക്ഷേ ഇതിൽ ആപ്പ് ഡ്രോവർ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഡാർക്ക് മോഡിൻ്റെ ഫീച്ചറുമുണ്ട്. ഓക്കെ, സോ ഡാർക്ക് മോഡിൻ്റെ ഫീച്ചർ നിങ്ങൾക്കിതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ പോക്കോ X2 എന്ന ഈ ഫോണിൻ്റെ ഹൈലൈറ്റായ ഇതിൻ്റെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. സോ ആ ഒരു സ്മൂത്ത്നെസ് കാണാനുണ്ട്.
ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ പെർഫോമൻസും പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. പോക്കോ X2ൻ്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ സൂപ്പർ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. HDR10ൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ ആമുലേഡ് സ്ക്രീനിൻ്റെ ആ ഒരു പോപ്പപ്പ് കളേഴ്സ് അല്ലെങ്കിൽ ഡീപ്പ് കോൺട്രാസ്റ്റ് ഇല്ലെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഒരു IPS LCD ഡിസ്പ്ലേ പോക്കോ X2-നാണ്. വളരെ നല്ല പഞ്ചി കളേഴ്സാണുള്ളത്. നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത ഒരു ഡിസ്പ്ലേ ആണ് പോക്കോ X2-ൽ. അതിനോടൊപ്പം രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നല്ല തിൻ ബെസലാണ്. സോ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. വളരെ നല്ല ബ്രൈറ്റ് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ സൺലൈറ്റിൽ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി നിങ്ങൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിയാലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം റീഡ് ചെയ്യാൻ പറ്റും. ഇതിലുള്ളത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സറാണ്. Adreno 618 ആണ് GPU. ഞാൻ പോക്കോ X2-ൽ കുറച്ച് നേരം PUBG കളിച്ച് നോക്കിയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്സോ ലാഗ്സോ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല പേഴ്സണലി. പിന്നെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഞാൻ അത്രയും നേരം കളിച്ച് നോക്കിയില്ല. ഇനി ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഗെയിമിംഗ് റിവ്യൂ ഞാൻ ചെയ്യാം. ഇൻഡെപ്ത് PUBG ഗെയിമിംഗ് റിവ്യൂ ചെയ്യാം. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. 3 RAM സ്റ്റോറേജ് വേരിയൻസ് ഉണ്ട്. 6GB 64GB, 6GB 128GB, 8GB 256GB ആണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു പീസ് 6GB 64GB ആണ്. LPDDR4X RAM ആണ്. UFS 2.1 ആണ് സ്റ്റോറേജ്. ഇനി ഇതിൻ്റെ ക്യാമറാസ് നോക്കാം. റിയർ ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാപിക്സലിൻ്റെ സോണിയുടെ IMX686 ക്യാമറയാണ്. ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഈ ഒരു സോണിയുടെ IMX686 ക്യാമറ ഉള്ള ഏക ഫോണാണ് പോക്കോ X2. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഉണ്ട്. 4K വീഡിയോസ് മാക്സിമം 30 FPS നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഡ്യുവൽ സെൽഫി ക്യാമറയാണ്. 20 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറ, പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. പോക്കോ X2ൻ്റെ റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയുടെ ഫോട്ടോ സാമ്പിൾസ് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പം വളരെ നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ ക്യാമറയുടെ. ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്ന ബെസ്റ്റ് ക്യാമറ പോക്കോ X2-നാണുള്ളത്. ഇതിൻ്റെ ഫോട്ടോ സാമ്പിൾസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് നോക്കിയാൽ 4500 mAhൻ്റെ ബാറ്ററി ഉണ്ട്. അതിനോടൊപ്പം തന്നെ കിട്ടുന്നത് ഇൻബോക്സ് കിട്ടുന്നത് 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഫോൺസിൽ കിട്ടുന്ന എല്ലാ സെൻസേഴ്സും നിങ്ങൾക്ക് പോക്കോ X2-ലും കിട്ടും. പിന്നെ ഇതിൽ ബാക്കി ഈ ഒരു സെഗ്മെൻറ്റിൽ ഷവോമി അല്ലാത്ത ബാക്കി ഫോൺസിൽ കിട്ടാത്തൊരു സെൻസർ ഉണ്ട്. അതാണ് IR ബ്ലാസ്റ്റർ ഉണ്ട് ഇതിൽ. അതിനോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്ക് ഫീച്ചറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫേസ് അൺലോക്ക് ആയി പോകുന്നുണ്ട്. ഫാസ്റ്റാണ്. ഫാസ്റ്റാണ്, ഒരു പ്രോബ്ലം ഇല്ല, ലാഗൊന്നും ഇല്ല. ഇനി നമുക്കിതിൻ്റെ ഫേസ് അൺലോക്ക് ഫീച്ചർ ഒന്ന് നോക്കാം. ഒരു പ്രോബ്ലം ഇല്ല, ഒരു ലാഗും ഇല്ല. വളരെ സ്മൂത്തായിട്ട് സെക്യൂറായ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ ഫേസ് അൺലോക്ക് ഫീച്ചറുമുണ്ട്. പോക്കോ X2ൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിയാൽ ഡ്യുവൽ 4G വോൾട്ടീൻ്റെ സപ്പോർട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വൈഫൈൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. FM റേഡിയോ ഉണ്ട്. വൈഡ് വൈൻ L1ൻ്റെ സപ്പോർട്ടുണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും HD കണ്ടൻറ്റ് കാണാൻ കഴിയും. ഇതിൻ്റെ SAR വാല്യൂ ആണ് 1.08 Watt/kg ഫോർ ഹെഡ്, 0.620 Watt/kg ഫോർ ബോഡി. സോ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഞാൻ ഇതിന് മുന്നേയും പോക്കോ X2 യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻ അല്ല, എന്നാലും അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഉള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഗെയിമിംഗ് ക്യാമറ ഒക്കെ ഞാൻ അതിനുവേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പോസ്റ്റ് ഇടാം ഇതിൻ്റെ Q&A. സോ ഇതൊരു ഭയങ്കര ഫേമസ് അല്ലെങ്കിൽ വളരെ പോപ്പുലറായ ഒരു ഫോണാണ്. സോ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ താഴെ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ഇപ്പോൾ ഞാൻ ഇടാം, ഇന്നോ നാളെ ഇടാം. അത് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. സോ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അറിയിക്കുക നിങ്ങൾക്ക്
ഇതിനെക്കുറിച്ച് അറിയാൻ പോക്കോ X2നെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഏതൊക്കെ ഡൗട്ട്സ് ആണ് ഏറ്റവും ടോപ്പ് 15-20 ഡൗട്ട്സ് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. ഈ അൺബോക്സിംഗ് വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.